ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി എഴുതി കൊടുത്തു വിട്ട കത്ത് വായിക്കുക ശ്രുതി ആ ഒപ്പം നിന്ന് കരയും കേട്ടോ. ആ കത്തിൽ എന്തെഴുതിയിട്ടുണ്ടോ അതെല്ലാം വായിച്ച് നിന്നങ്ങ് കരയും. എനിക്ക് ആൻറ്റിയും ശ്രുതിയില്ല, ജീവിക്കാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണം, അതായതാന്നൊക്കെ പറഞ്ഞുള്ളൊരു കത്തായിരുന്നു അത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മരുമകൾ അല്ല, മകൾ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എഴുതി. അയ്യോ, ശ്രുതി ഭയങ്കര കരച്ചിൽ. ഇത് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുവാണ് ശ്രുതിയെ. ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അപ്പോൾ എന്താ ഇത് എന്ന് ചോദിച്ചു വർഷ. അയ്യേന്നും പറഞ്ഞ് നിൽക്കാം, നിർത്തടാന്നും പറഞ്ഞു ചെന്നു ചന്ദ്ര. അവളുടെ ഒരു കത്തെന്നും പറഞ്ഞ് വലിച്ച് കീറി ഒരൊറ്റ ഏറായിരുന്നു ചന്ദ്ര. ശ്രുതി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ രേവതിയും സച്ചിയൊക്കെ ഇങ്ങനെ പരസ്പരം മുഖത്തോട്ട് നോക്കുകയും ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് സമാധാനം ആയില്ലേ? അത് വാങ്ങിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാ, നിങ്ങൾ നിർബന്ധിച്ചിട്ടില്ല ഞാൻ വാങ്ങിയത് എന്ന് ചന്ദ്ര അന്നേരം ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര മൃഗം. അല്ല ശ്രുതിയെടുത്ത് എന്തിനാ ഇപ്പം ഇത് കൊടുത്തു? സ്വർണ്ണ പണമൊക്കെ കണ്ടാലേ അമ്മയുടെ മനസ്സ് മാറുമെന്ന് പാർലറെടുത്തേക്ക് അറിയാമെന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് പറയുക. അമ്മയുടെ മനസ്സ് മാറ്റി ഇവിടെ കയറി പറ്റാൻ വേണ്ടി ഈ സ്വർണ്ണമാലയും ലെറ്ററും ഒക്കെ കൊടുത്തു വിട്ടിരിക്കുന്നതെന്നും സച്ചി പറയുമ്പം അതെ, അവളുടെ സ്വപ്നം മാത്രമാണെന്നും അവളുടെ കാര്യത്തിൽ എൻ്റെ മനസ്സ് മാറുകയില്ല എന്ന് ചന്ദ്ര. ഈ ജന്മം ഞാൻ അവളെ വീട്ടിൽ കയറ്റാനും പോകുന്നില്ല. എൻ്റെ മോൻ ഇനി അവളെ വേണ്ട. അയ്യോ അമ്മേ, വേണ്ടേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ശ്രുതി. അമ്മ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു ചന്ദ്ര. നീ ആ മാലയും എടുക്കടാ. അപ്പോൾ ആ മാല അങ്ങ് എടുക്കാൻ പറഞ്ഞു. ആ മാലയും എടുക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി ആ മാല എടുത്തു. നാളെ തന്നെ നീ ഈ മാല മീരെ ഏൽപ്പിച്ചോളണമെന്ന് പറഞ്ഞു. ഇത് കൊടുത്തു വിട്ട കള്ളിക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും പറയണം. അവളുടെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ചന്ദ്ര നിൽക്കുമ്പം അമ്മേ ഇത് തിരിച്ചു കൊടുക്കണം അമ്മേ, ദേ നല്ലൊരു ദിവസമായിട്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ തല്ലുന്നില്ല കേട്ടല്ലോ എന്നും പറഞ്ഞ് ചന്ദ്ര. ഇത് തിരിച്ചു കൊടുത്തിരിക്കണമെന്നും അവളുടേതായിട്ടുള്ള ഒന്നും നമുക്ക് വേണ്ട എന്നും ചന്ദ്ര പറയാ ശ്രുതിയോട്. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക. ഇന്നത്തെ എൻ്റെ നല്ലൊരു ദിവസം അവൾ കളഞ്ഞു, ഞാൻ പോവുകയെന്ന് പറഞ്ഞ് ചന്ദ്ര തുള്ളിച്ചാടി അവിടുന്ന് പോയി. ഇതേ പോവല്ലേ ചന്ദ്രയെന്ന് പറഞ്ഞ് ഇവരെല്ലാം വിളിക്കുക അമ്മേ ചന്ദ്ര എന്നും പറഞ്ഞ് ചന്ദ്രപതി ചന്ദ്രൻ്റെ വഴി നോക്കിപ്പോയി. ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. റിസൾട്ട് വരാത്തതിൻ്റെ ആ ഒരു ടെൻഷൻ. മീര വന്നതുമില്ല. മീര എന്താ വരാത്ത എന്തായെന്ന് അറിയത്തില്ലല്ലോ. ഇനി എന്നോടുള്ള ദേഷ്യത്തിന് അവളെ അവരെന്തെങ്കിലും ചെയ്ത് കാണുമോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ആ സമയത്ത് മീര അങ്ങോട്ടേക്ക് ചെല്ലുന്നു. മീരയെ കണ്ടപ്പോഴത്തേക്ക് ഓടി ചെല്ലുക ശ്രുതി. ഓ നീ വന്നല്ലോ, ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പം നിനക്കെന്തിനാ ടെൻഷൻ? എനിക്കല്ലേ, ഞാനല്ലേ ടെൻഷൻ അടിക്കേണ്ടതെന്ന് മീര ചോദിക്കുമ്പം അതെ അതിൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ചല്ലോ. ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ അങ്കിളൊക്കെ വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അതെ ആദ്യം ആൻറ്റി ഒന്ന് വെയിറ്റ് ഇട്ടതാ, മനസ്സിൽ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടാവുമെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും മീര ഇങ്ങനെ നോക്കുക. അല്ല പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ, നീ പറ എന്തൊക്കെയുണ്ടെന്ന് പറ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ ശ്രുതി എന്നെപ്പറ്റി ചോദിച്ചായിരുന്നു എന്നൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുക ശ്രുതി. എവിടെ നിന്ന് ചോദിക്കാൻ, ആരും നിന്നെപ്പറ്റി ചോദിച്ചില്ല. അവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നീ അവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം അവിടെ ഒരാളിൽ പോലും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു മീര. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദഹിച്ചില്ല. അതുതന്നെയാണ് അവിടുത്തെ വിശേഷം. നീ അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ളത്. പുറത്തുനിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്തിരുന്നു അവിടെ എന്ന് മീര പറയുമ്പം ശ്രുതിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം. ശ്രുതി വിഷമിച്ചിങ്ങനെ നിൽക്കുക. വിഷമമായോ നിനക്ക്? ആ വിഷമമായി. എന്തായാലും ആൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ചല്ലോ. ഗിഫ്റ്റ് ആൻറ്റിക്ക് എന്തായാലും ഇഷ്ടമായി കാണുകയും ചെയ്യും. അത് റോൾഡ് ഗോൾഡാണെന്നാണ് തിരിച്ചറിഞ്ഞിട്ടൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്നൊക്കെ ശ്രുതി നിന്ന് തന്നെ പറയാം. തിരിച്ചറിഞ്ഞെങ്കിലേ എന്നെ വിളിച്ച് ചീത്ത പറയുമായിരുന്നല്ലോ എന്നും ശ്രുതി പറയണു. പിന്നെ ലെറ്റർ വായിക്കുമ്പോൾ ആൻറ്റിയുടെ കണ്ണെന്നറിയും, ആ മനസ്സലിയുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുക. എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാനും അവർ വരുമെന്നൊക്കെ പ്രതീക്ഷയോടെ ശ്രുതി പറയുമ്പം എനിക്കും അതങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നല്ലത് സംഭവിക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് മീര അവിടെ നിന്ന് പോയി. ശ്രുതി പ്രതീക്ഷയോടെ അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന ശ്രുതി ആ മാലയായിട്ട് റൂമിലേക്ക് വരുക. വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരുന്നു. ഇതേ സദാനന്ദ സാറാണല്ലോ. ഈ ഡീലർമാരെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞ ശ്രുതി. ആകെ ഒരു 1.5 ലക്ഷം രൂപ ഉലുവയല്ലേ കൊടുക്കാനുള്ളത്, അതും ഇന്ന് മാത്രം ഒരു 10 തവണ വിളിച്ചിട്ടുണ്ടാകും. വലിയ ബിസിനസ്സുകാരാണ് പോലും, ഇങ്ങനെ കിടന്ന് വിളിക്കാൻ നാണാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഫോണോടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് ശ്രുതി ഇങ്ങനെ അങ്ങോട്ട് പരക്കം പാഞ്ഞ് നടക്കുവാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൈസ ഇവിടുന്ന് കൊടുക്കും എന്നുള്ളത്. അദ്ദേഹം വേറെ ഇനിയിപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ അദ്ദേഹം നേരെ കടയിലെത്തും. ഞാനിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, എൻ്റെ ദൈവമേ ഞാൻ പെട്ടല്ലോ. എൻ്റെ പൊന്നെ, ശ്രുതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എവിടെന്നെങ്കിലൊക്കെ കാശ് സംഘടിപ്പിച്ച് എനിക്ക് തരുമായിരുന്നു. ഇപ്പം ഞാൻ എന്നെ ചെയ്യും? ഞാൻ പോയി ഇത് ആരോട് ചോദിക്കാനാ, ആരോട് പറയാനാ? ചോദിച്ചാൽ തന്നെ എൻ്റെ അവസ്ഥ ആര് മനസ്സിലാക്കും? എന്നെ വിശ്വസിച്ച് ആരെനിക്ക് ക്യാഷ് തരും?
അങ്ങനെ 100 കൂട്ടം ടെൻഷനും ചിന്തയായിട്ടാണ് നമ്മുടെ സുധി റൂമിലിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാല നമ്മുടെ സുധിയുടെ ഓർമ്മയിൽ വരുന്നത്. മാല എടുത്ത് നോക്കിയിട്ട് ഈ ചെയിൻ ബാങ്കിൽ പണയം വെച്ച് അവിടുന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ചാലോ എന്നിട്ട് അമ്മയോട് ശ്രുതിക്ക് കൊടുക്കാനായിട്ട് മീരി ഏൽപ്പിച്ചെന്ന് പറയാമെന്നും അമ്മ അവരെ രണ്ടുപേരെയും വിളിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെ ശ്രുതി അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാം. കൊള്ളാം, ഐഡിയ കിട്ടി. അപ്പം ശ്രുതിയോട് എന്തോ ഒരു പ്രത്യേക കരുണ ദൈവത്തിനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ മാലയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അതുകൊണ്ടാണല്ലോ ശ്രുതിയെ ഇങ്ങനെ കയ്യും കണക്കും ഇല്ലാതെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ മാലയും പിടിച്ച് ഭയങ്കര ചിരിക്കുക. സ്വർണ്ണത്തിൽ മുത്തമിട്ടാൽ എന്നും പറഞ്ഞു പാട്ടൊക്കെ പാടി മാലയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് ആശാൻ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ സാധനമായിട്ട് പണയം വയ്ക്കാൻ ചെല്ലുന്നു. അപ്പോൾ ഇത് പണയം വെച്ച് 1.5 ലക്ഷത്തിൽ കൂടുതൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വെക്കുന്നുണ്ട്, കിട്ടുന്ന അത്ര വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അവിടത്തേക്ക് കയറി ചെല്ലുന്നു. അതിനുശേഷം ഫോൺ എടുത്ത് ചന്ദ്രയെ വിളിക്കുക. അപ്പോൾ ചന്ദ്രയെ വിളിക്കുന്നു. ചന്ദ്ര വന്ന് കോളെടുത്തു. ഹലോ, എന്താടാ വിളിച്ചത്? അതമ്മേ ഞാനുണ്ടല്ലോ ആ ചെയിൻ തിരിച്ചു കൊടുത്തു കേട്ടോ. മീരയുടെ കയ്യിൽ തന്നെയല്ലേ നീ കൊടുത്തത്? അതെ അമ്മേ. ശ്രുതിക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് ഞാൻ അവളെ ഏൽപ്പിച്ചു. അപ്പോഴേക്കും അവൾ ഇറങ്ങി വന്നു. അവളെന്തിനാ ഇറങ്ങി വന്നേ? നീ അവളോട് മിണ്ടിയോന്ന് ചോദിച്ചു. സംസാരിച്ച് എൻ്റെ മനസ്സ് മാറ്റാനായിട്ട് അവൾ വന്നത്. ഞാൻ അവളുടെ സൂത്രത്തിലൊക്കെ വീഴും അമ്മേ. ഞാൻ എൻ്റെ അമ്മയുടെ മോനല്ലേ, കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാൻ അവൾക്കിട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം. ആൾക്കിട്ട് രണ്ടും പൊട്ടിക്കാൻ പറയാൻ നോക്കിയതാ. പിന്നെ ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാ വേണ്ടെന്ന് വെച്ചത്. 2 കൊടുക്കണമായിരുന്നു. നീ കിട്ടിയ അവസരം കളഞ്ഞില്ലേടാന്ന് അമ്മ. അത് പിന്നെ സാരമില്ലമ്മേ, ഇനിയും അവസരമൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം അമ്മയെന്ന് പറഞ്ഞു. അവൾ എന്നോട് പറയാ, നീ നിൻ്റെ അമ്മയുടെ അടിമയാണ്, അമ്മ പറയുന്നത് കേട്ട് നിൽക്കാൻ നിനക്ക് നാണമില്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ്, അമ്മ പറയുന്നതിനപ്പുറം ഞാൻ നടക്കില്ല എന്ന്. എൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾ അനാവശ്യം പറഞ്ഞ് ആടിച്ചതിൻ്റെ കാരണക്കുറ്റി പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ നന്നായെന്ന് ചന്ദ്ര. നീ എൻ്റെ മോൻ തന്നെയാ, ഒരു മാറ്റവും ഇല്ല. നീ ആ മാല മീരയുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ കള്ളിയുടെ മുഖത്ത് വലിച്ചെറിയുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ, അത് പിന്നെ അമ്മേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തമ്മേ. മീരയുടെ കയ്യിൽ നിന്നും വാങ്ങി ആ ചെയിൻ ഞാൻ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മേലാൽ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടേ ആ ചെയിനും കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞോണ്ട് അവൾ കയറിപ്പോയത് അമ്മയ്ക്കറിയാവോ? അമ്മയ്ക്ക് സന്തോഷമായിടാ മോനെ, നീ പഴയ സുധിയേ അല്ല, പെട്ടെന്ന് അങ്ങ് മാറിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം സാഹചര്യമാണമ്മേ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്നും പറഞ്ഞ് നിൽക്കുന്നു മോൻ. അമ്മേ ശരി അമ്മേ, ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം, ഞാനേ കുറച്ച് തിരക്കിലാണേ. അപ്പോൾ ശരി മോനെ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പണയം വെക്കണമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഡിവോഴ്സ് വേണമെന്ന് അവൻ ഇങ്ങോട്ട് പറയാൻ സാധ്യതയുണ്ടെന്ന് ചന്ദ്ര അവിടെ നിന്ന് സ്വപ്നം കാണുക. മോനെ ഇപ്പോൾ പോലീസുകാർ പൊക്കിക്കൊണ്ട് പോകുമെന്ന് അമ്മ അറിയുന്നില്ലല്ലോ. എന്തായാലും സുധി ഇതുമായിട്ട് അകത്ത് ചെന്നു. മാല പണയം വെക്കാനുണ്ടെന്ന് പറഞ്ഞു, ചെയിൻ പണയം വെക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആണെങ്കിൽ ആ ചെയിൻ മേടിച്ചു. ഇങ്ങനെ നോക്കി, വലിയൊരു കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കി. എന്നിട്ട് സുധിയെ നോക്കി. ഈ സാധനം റോൾഡ് ഗോൾഡ് ആണെന്ന് ആ ചേട്ടന് മനസ്സിലായി. ആ ചേട്ടൻ എന്നിട്ട് അത് അവിടെ ഉരച്ച് നോക്കി കഴിഞ്ഞപ്പം ചെമ്പ് തെളിഞ്ഞു വന്നു. ഇത് കണ്ടപ്പം നമ്മുടെ സുധി നന്നായിട്ട് ഉരച്ച് നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ, ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച്. അതിനറിയില്ലല്ലോ അത് റോൾഡ് ഗോൾഡാണ്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധിയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സുധി അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് അയാൾ അന്നേരം തന്നെ ഫോൺ എടുത്ത് പോലീസിൽ വിളിക്കാം. പോലീസിൽ തൊട്ടപ്പുറം ഇരിക്കുന്ന സ്റ്റാഫിനെ ആദ്യം വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ റോൾഡ് ഗോൾഡ് കൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. മുക്കുവണ്ടം കൊണ്ടുവന്ന് കാശ് തട്ടാനുള്ള പരിപാടിയാണെന്നൊക്കെ ചേട്ടന്മാർ പറഞ്ഞു. പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസിനെ വിളിപ്പിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സുധി വന്നിട്ട് ഇതിന് എത്ര രൂപ കിട്ടും? 1.5 ലക്ഷം രൂപ കിട്ടുമോ? ഇപ്പോൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പം തന്നെ തരാം സാർ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സുധിയെ പിടിച്ച് അവിടെ ഇരുത്തുന്നേ. ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവു ഇങ്ങനെ സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും സച്ചിയും രേവതിയും കൂടെ അമ്മേന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു. നീ ഇങ്ങ് വന്നേ എന്ത് സച്ചിട്ടാണെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ചിലപ്പോൾ രേവതിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അവർ രണ്ടുപേരും കൂടെ കയറി ചെന്നപ്പോഴത്തേക്കും ലക്ഷ്മിയമ്മ ഓടി വന്നു. അമ്മയെന്നും പറഞ്ഞു. അപ്പം മക്കളെ മോളെ വാ എന്നും പറഞ്ഞു അമ്മയും ഭയങ്കര സ്നേഹം. അമ്മേ ദേവു ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അവൾ മുറിയിലുണ്ടല്ലോ. അപ്പോൾ ദേവു എന്ന് പറഞ്ഞ് വിളിക്കുക. എന്താ മോളെ കാര്യമെന്ന് ചോദിച്ചു. അറിയില്ല എന്ന് രേവതി അമ്മയോട് പറയുന്നു. ദേവു നിങ്ങൾ വരാൻ പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ സച്ചിട്ട് ഇനിയെങ്കിലും ഒന്ന് പറ, എന്തിനാ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് രേവതി ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം. അപ്പോഴത്തേക്കും നീ ശരത്തും അങ്ങോട്ടേക്ക് വന്നു. ശരത്ത് വന്നപ്പം നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ശരത്തിനെയും കെട്ടിപ്പിടിക്കുക. അപ്പോഴത്തേക്കും രേവതിക്കും അമ്മയ്ക്കും ഒക്കെ ആകെ വെപ്രാളം. ഇത് എന്നെ കാര്യം? സച്ചി ഭയങ്കര സന്തോഷത്തിലും. എന്തായാലും നിൻ്റെ അഭിപ്രായം കൂടി ചോദിക്കണമല്ലോ, അതും അത്യാവശ്യമാണല്ലോ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ദേവു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ദേവുവിന് ഭയങ്കര ദേഷ്യമാണ് സച്ചിയോട്. ദേവു മോൾ ഇരിക്കാൻ പറഞ്ഞു.
ഇങ്ങനെ ഇഷ്ടമല്ലാത്ത പോലെ നിൽക്കാം, നീ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വന്ന് ഇരുന്നേന്ന് പറഞ്ഞ് ദേവുവിനെ പിടിച്ച് അവിടെ സച്ചി അങ്ങോട്ടേക്ക് ഇരുത്തി. അപ്പോൾ ദേവു അങ്ങനെ ഇരിക്കും കേട്ടോ എല്ലാവരുടെ അടുത്ത്. അപ്പോൾ ശരത്തെ നീ ഇത് നോക്കിക്കേന്നും പറഞ്ഞൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കാം, ഇതെങ്ങനെയുണ്ട് ചെക്കൻ അടിപൊളിയാണോ എന്ന്. അങ്ങനെ ഒരു ചെറുക്കനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അമ്മ നിൽക്കപ്പോൾ രേവതിയും ആകെ വല്ലാതെ നിൽക്കുന്നു. എടാ ചെക്കനുണ്ടെന്ന് പറയണമെന്ന്. അപ്പോൾ കുഴപ്പമില്ല, സുന്ദരനാണ് നമ്മുടെ ശരത്ത് പറഞ്ഞു. അപ്പോൾ അതെ എല്ലാവരെയും കൊണ്ട് നടന്ന് കാണിക്കുക. അപ്പോൾ അതെ ഞാൻ രേവതിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു രേവതിയും കാണിച്ചു കൊടുത്തു. ഈ ചെക്കനെ എങ്ങനെയുണ്ട് പറ രേവതി എന്ന് പറഞ്ഞു. ആ സമയം ഈ ഫോട്ടോ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് കാണിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് രേവതി പറഞ്ഞു സച്ചിയോട്. എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്ന് ഞാൻ വഴിയേ പറയാം, നീ ഇതെങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു സച്ചി രേവതിയോടെ. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിനക്ക് ആരെയാണ് ഇഷ്ടമാവുക? ഈ എന്നെപ്പോലും നീ ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ കല്യാണം കഴിച്ചത്, നിന്നോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് സച്ചി. അല്ലെങ്കിൽ തന്നെ നിൻ്റെ ഇഷ്ടം നോക്കിയിരുന്നാലേ ദേവുവിൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്? ദേവുവിൻ്റെ ഇഷ്ടം ഞാൻ നോക്കട്ടെ. ദേവു ഇതെങ്ങനെയുണ്ട് നോക്കിയേ. ഇപ്പോൾ ദേവുവിന് ദേഷ്യം വരുന്നുണ്ട്. ദേവു ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. ദേവു നോക്കിയത് പോലുമില്ല. ദേവു ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ സച്ചി മോളെ ഈ ചെക്കനുണ്ടെന്നാണ് ചോദിച്ചത്, നല്ലതാണോ? ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമായി. ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയാനായിട്ട് ഇങ്ങനെ സച്ചി പറയാം. അപ്പോൾ ദേവു മൈൻഡ് പോലും ചെയ്യുന്നില്ല. ദേവുവിന് ഭയങ്കര ദേഷ്യം. ദേവു ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ദേവു ഇങ്ങനെ സച്ചി ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് ദേവു ഇങ്ങനെ ചെറുക്കനെ ഒന്ന് നോക്കി, എന്നിട്ടൊന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുന്നു തലയും കുനിച്ച്. ആ സമയത്ത് അമ്മേ നോക്ക്, നിർമ്മൽ എന്നാണ് ചെറുക്കൻ്റെ പേര് പോലെ തന്നെ നിർമ്മലമായിട്ടുള്ള ഒരു മനസ്സുള്ളവനാണ് അവനെന്നും എനിക്ക് എൻ്റെ ഫാമിലിയെ നേരത്തെ തന്നെ അറിയാവുന്നതാണെന്നൊക്കെ സച്ചി. ഞാൻ ദേവുവിൻ്റെ കാര്യം എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നുവെന്നും അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ ഒരു ആലോചന കൊണ്ടുവന്നെന്നുള്ള കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ രേവതിയെ നോക്കുക കേട്ടോ. ദേവുവിന് ഭയങ്കര ദേവു ഇങ്ങനെ കലി കയറി ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ അവരോട് സംസാരിച്ചിരുന്നു, അവർക്കിതിൽ നല്ല താല്പര്യമുണ്ടെന്നും ഈ ചെറുക്കൻ തമിഴ്നാട്ടിലെ വലിയ ടെക്സ്റ്റൈൽ കമ്പനിയിൽ സൂപ്പർവൈസറാണെന്നുള്ള കാര്യമൊക്കെ പറയാം. പിന്നെ നല്ല ദേവുവിന് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യം വേണമെങ്കിൽ പറയാമെന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ദേവു ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ചെറുക്കനിപ്പോൾ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. എന്തു പറഞ്ഞാലും രണ്ടുപേരും പരസ്പരം നേരിട്ട് കാണണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതിയൊക്കെ വേണമല്ലോ എന്നും പറഞ്ഞിങ്ങനെ സച്ചി ഒത്തിരി സംസാരിക്കുന്നു. അപ്പോൾ ഫോട്ടോ കണ്ടാൽ ദേവുവിന് ഇഷ്ടമാവുമെന്ന് എനിക്കറിയായിരുന്നു. അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ നീ ഇവിടെ വേണ്ട രേവതി എന്ന് സച്ചി ചോദിക്കാം. അതുകൊണ്ടാണ് നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ വന്നതെന്ന കാര്യവും സച്ചി രേവതിയോട് പറയണു. ഇത് കേട്ടപ്പോഴത്തേക്കും ദേവുവിന് ദേഷ്യം കൂടി വരിക. ദേവു ഒന്നും മിണ്ടാ നിൽക്കുക. എന്തായാലും ദേവുവിന് ഇഷ്ടമായല്ലോ എന്ന് സച്ചി. ഇത്രയും സുന്ദരനായ ഒരാളെ ആരാ ഇഷ്ടപ്പെടാതിരിക്കുക? ഞാൻ അവരെ വിളിച്ച് വരാൻ പറയട്ടെ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. ഇപ്പോൾ വിളിച്ച് പറഞ്ഞാലേ ഒരു 1.5 മണിക്കൂറിനകം അവരിവിടെ എത്തുമെന്ന കാര്യവും സച്ചി പറയുന്നു. ഇതൊക്കെ കേട്ട് ദേവു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അല്ലേ ഞാനേ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് സച്ചി ഫോൺ എടുക്കുക വിളിക്കാൻ. അപ്പോൾ വിളിക്കേണ്ട സച്ചി ഏട്ടാന്ന് പറഞ്ഞു ദേവു. അതെന്താ നിനക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചു സച്ചി ദേവുവിനോട്. അപ്പോൾ ദേവു തിരിഞ്ഞിങ്ങനെ നിൽക്കുക. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലല്ലേ ജോലി, എനിക്കാണെങ്കിൽ ഇവിടെയും അല്ലേ ജോലി എന്ന് നമ്മുടെ ദേവു ചോദിച്ചു. കല്യാണം കഴിഞ്ഞാൽ ഒന്നിച്ച് കഴിയണമെന്നും അതുകൊണ്ട് ഇത് ശരിയാവില്ല എന്ന് ദേവു പറയാം. അല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ലേന്ന് ചോദിച്ചു. ഇവിടുത്തെ ജോലിയൊക്കെ പോട്ടേന്നേ, ഇരട്ടി ശമ്പളം കിട്ടുന്ന ജോലി അവിടെ അവൻ നിനക്ക് ശരിയാക്കി തരില്ലേ, അതവൻ പറഞ്ഞായിരുന്നു എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയാം. അപ്പോൾ ദേവു ഇങ്ങനെ ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും ഇങ്ങനെ നിൽക്കുന്നു. നിൻ്റെ ആഗ്രഹം പോലെ തന്നെ 2 പേർക്കും ഒരുമിച്ച് അവിടെ കഴിയാനും സാധിക്കും. ഇവിടുത്തെ ജോലി ഒഴിവാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് നമ്മുടെ ദേവു സച്ചിയോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിയമ്മയൊക്കെ ഇങ്ങനെ നോക്കുക. എന്തായാലും നിങ്ങളെയൊക്കെ കണ്ട് ഈ നാട്ടിൽ കഴിയുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ അല്ലേന്ന് ചോദിച്ചു ദേവു. പറഞ്ഞ സച്ചി ഇങ്ങനെ നിൽക്കുക. എനിക്ക് നാട്ടിലെ ജോലിയുള്ള ഒരാൾ മതി എന്ന് ദേവു പറയുമ്പം നിൻ്റെ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ഞാനങ്ങ് വിട്ടുപോയി. ഇപ്പം എന്തായാലും എനിക്ക് ഡിമാൻഡൊക്കെ മനസ്സിലായി. കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ ജോലിയുള്ള വേറെ ആരെങ്കിലും നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ദേവു അകത്തേക്ക് കയറിപ്പോയി. ദേവു ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കണ്ടോ അവളുടെ മനസ്സ് പതുക്കെ മാറി വരുന്നുണ്ടെന്ന് സച്ചി. അവളാ ചെകുത്താനെ മറന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അതുപോലെ ഇവർ തമ്മിലുള്ള സംസാരം കേട്ട് ദേവു അകത്ത് പോയിരുന്ന് കരയാണ്. അതുകൊണ്ടാണല്ലോ നാട്ടിൽ നിന്നുള്ള ആൾ തന്നെ മതിയെന്ന് പറഞ്ഞത്. നിങ്ങൾ കണ്ടോ, ഇതിനേക്കാളും നല്ലൊരു ബന്ധം ഞാൻ ദേവുവിന് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അമ്മയോട് പറയുന്നു, ശരത്തിനോട് പറയുന്നു. ഉറപ്പാ അവളുടെ കല്യാണമേ പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തണമെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു. എല്ലാവരും ഇതൊക്കെ കേട്ട് അന്തം പെട്ടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് കഥ അവസാനിച്ചു. ഇനിയിപ്പോൾ സുധിയുടെ കാര്യം എന്താവോ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ടാറ്റാ.